ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേ അഥവാ ലോക ഭക്ഷ്യദിനം. ആരോഗ്യകരമായ ഭക്ഷണശീലം ഉണ്ടാക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ഭക്ഷണശൈലിയും ജീവിത രീതിയുമാണ് ഒട്ടുമിക്ക രോഗങ്ങൾക്കും കാരണമാകുന്നത്. ഭക്ഷ്യ ദൗർലഭ്യത്തിനെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്താണ് ഓരോ ഭക്ഷ്യദിനവും കടന്നുപോകുന്നത്. ആദ്യകാലങ്ങളിൽ ചേമ്പ്, ചേന, കാച്ചിൽ, പയറുവർഗ്ഗങ്ങൾ എന്നിവ ധാരാളമായി കഴിച്ചിരുന്നു. അന്നത്തെ ജനത നല്ല ആരോഗ്യവാന്മാരായിരുന്നു. എന്നാൽ ജങ്ക് ഫുഡിന്റെ ഉപയോഗം വർദ്ധിച്ചതോടുകൂടി ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചു. പലപ്പോഴും രുചി തന്നെയാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെയധികം സ്വാധീനിക്കുന്നത്. ആരോഗ്യത്തിന്റെ ഏതു പ്രതിസന്ധിക്കും പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഭക്ഷണം. ഏതൊക്കെ ഭക്ഷണങ്ങളാണ് രുചിയില്ലെങ്കിലും നാം കഴിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആരോഗ്യത്തിന്റെ കലവറയാണ് ഓട്സ്. രക്തസമ്മർദ്ദം, ഹൃദയത്തിന്റെ ആരോഗ്യം എന്നിവ വർദ്ധിപ്പിക്കുന്നതിൽ ഓട്സ് വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബീട്രൂട്ടിൽ ധാരാളമായി പൊട്ടാസ്യം, അയൺ, വൈറ്റമിൻ എ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഉണക്കമുന്തിരിയിൽ ധാരാളമായി ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നു. നാം ഇങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കുമ്പോഴും അത് പാഴാക്കുമ്പോഴും മറുവശത്ത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ അലയുന്ന കുഞ്ഞുമക്കൾ ഉണ്ടെന്ന കാര്യം നാം ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് ആരും ഭക്ഷണം പാഴാക്കരുത്. ഭക്ഷണം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം പാഴാക്കില്ല എന്ന് നാം ഓരോരുത്തരും ഈ ഭക്ഷ്യദിനത്തിൽ പ്രതിജ്ഞയെടുക്കണം.